പ്രവാചകൻ വരുമെന്നതിന് ആയത്ത് ഉദ്ധരിച്ചു. വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന ഖാല അഖറതും വഅഖദതും അലാ ദാലികും മിസ്രി ഖാലു അഖറർന ഖാല ഫഷ്ഹദു വഅന മഅകും മിനശ് ഷാഹിദീൻ. പ്രവാചകന്മാരുടെ ഉടമ്പടി അവരിൽ നിന്ന് വാങ്ങിയ സന്ദർഭം. ആരോടാ വാങ്ങിയതെന്നറിയോ? ഖുർആൻ അറിയില്ലേ? പ്രവാചകന്മാരുടെ ഉടമ്പടി അഹ്ലെ കിതാബിൽ നിന്നാണ് വാങ്ങുന്നത്. ഖുർആന്റെ മേലെയും താഴെയും സൂറ ആലി ഇമ്രാനിൽ വന്ന ആയത്തുകൾ വായിച്ചു നോക്കുക. അഹ്ലെ കിതാബിൽ നിന്ന് പ്രവാചകന്മാരുടെ ഉടമ്പടി വാങ്ങി. പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയ ഉടമ്പടിയാണ് എടുത്തു ധരിച്ചു പറഞ്ഞത് വാങ്ങിയത് അഹ്ലുൽ കിതാബിൽ നിന്ന്. ആ ഖുർആന്റെ ആയത്ത് മേലെയും താഴെയും വായിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്താണ് ഉടമ്പടി. അഹ്ലെ കിതാബ് എന്ന് വാങ്ങിയ ഉടമ്പടി എന്താണ്? അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും നൽകിയതിനു ശേഷം സുമ്മ ജാഅകും റസൂലുൻ, അവരുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊരു ദൂതൻ വരുന്നതായാൽ മുസദ്ദിഖുൽ ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലതുഅ്മിനുന്ന ബിഹി, നിശ്ചയം നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം. ലതുഅ്മിനുന്ന ബിഹി, അറബിയും സലഫിക്ക് നമ്മൾ പഠിപ്പിക്കണ്ടല്ലോ, പണ്ഡിതനാണല്ലോ. സഖീലത്തിന്റെ നൂനിട്ട് താക്കീത് ചെയ്തുകൊണ്ട് നിശ്ചയം നിശ്ചയം ഒരിക്കലും അത് മാറാൻ പാടില്ല, അവർ വിശ്വസിക്കണം. വലതൻസുറുന്നഹു, എത്ര വാക്കിന് എംഫസിസ് നൽകാൻ സാധിക്കുമോ അത്രയും ശക്തമായിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കണമെന്ന്. അങ്ങനെ പ്രവാചകന്മാരുടെ ഉടമ്പടിയാണ്. ആ ഉടമ്പടി വൈദ് അഖദിനാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക, ഉടമ്പടി വാങ്ങിയ സന്ദർഭം നിങ്ങൾ നോക്കുക, ഓർക്കുക. നബിമാരിൽ നിന്ന്, അത് താങ്കളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ഉടമ്പടി? അവരിൽ നിന്ന് വാങ്ങിയ ഉടമ്പടി തന്നെയാണ് താങ്കളിൽ നിന്ന് വാങ്ങിയത്. പ്രവാചകന്മാരുടെ ഉടമ്പടി എന്താണ്? അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും നൽകിയതിനു ശേഷം അവർക്ക് അവരുടെ കയ്യിലുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ദൂതൻ അവരുടെ അടുത്ത് വന്നാൽ അവരിൽ വിശ്വസിക്കണമെന്നാണ് ഉടമ്പടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് രണ്ടും ഒരു ഉടമ്പടിയാണ്. അപ്പൊ സലഫി പറയാണ് ഇതിന് രണ്ടിനും കൂടി ജമ്മ് ചെയ്ത്. ആര്? ഞാനാ? അല്ലാഹ്. മീസാഖൻ നബിയീൻ എന്ന് സലഫി നല്ലപോലെ ഇതിന് മറുപടി പറയണം. മീസാഖൻ നബിയീൻ എന്ന് മീസാഖും അന്നബിയീനും കൂട്ടിച്ചേർത്ത് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു സ്ഥലം ഈ രണ്ട് മീസാഖിൽ മാത്രമാണ്. എത്ര മീസാഖ് എത്ര സ്ഥലത്ത് വന്നാലും മീസാഖ് അന്നബിയീൻ, നബിമാരുടെ ഉടമ്പടി എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ആലി ഇമ്രാനിലെ കരാറും അഹ്സാബിലെ 8-ാമത്തെ ആയത്തിലുള്ള കരാറുമാണ്. വേറെ ഒരു കരാറുമില്ല. വേറെ എത്ര കരാറുണ്ടെങ്കിലും ആ കരാറുകൾ ഇതിനെടുക്കണമെങ്കിൽ ഈ രണ്ടും ഒരേ നബിമാർ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കരാറാകുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ റാബിത്തത്തുൽ ആലമിയിൽ ഇസ്ലാമിയ പ്രസിദ്ധീകരിച്ച ഉറുദു തർജമയിൽ ഖുർആന്റെ ഈ ആയത്തിന്, സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിന് ടിപ്പണി ചെയ്തുകൊണ്ട് അതിനൊരു അടിക്കുറിപ്പ് കൊടുക്കുന്നത് ഇസ് അഹദ് സേ ക്യാ മുറാദ് ഹെ, ഈ അഹദ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാസികെ നസ്ദീക് യെ വോ അഹദ് ജോ ഏക് ദൂസരെ की मदद और तस्दीक अंबिया अलैहिस्सलाम से लिया गया था, जैसा कि सूरा आल इमरान की आयत 81 में है. വിശുദ്ധ ഖുർആനിലെ ആൽ ഇമ്രാനിലെ 81-ാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാർ അവരെ വരികയാണെങ്കിൽ അവരെ സഹായിക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്ന ആ കരാറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് റാബിത്തത്തുൽ ആലമിയിൽ ഇസ്ലാമിയ പ്രസിദ്ധീകരിച്ച ഉറുദു തർജമയിലുണ്ട്. അതിന്റെ താഴെ മറ്റ് തഫ്സീറുകളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മറ്റു പല തഫ്സീറിലും കാണുന്നത്. പിന്നീട് അമാനി മൗലവി പറഞ്ഞത് ഫ്ലെക്സ് ബോർഡ് വെച്ചതാണ് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തത്. അമാനി മൗലവി പറഞ്ഞു ഇത് രണ്ടും ഒരു കരാറാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അമാനി മൗലവി മാസൂമല്ല. അമാനി മൗലവി എന്താണ് മാസൂമാണെന്ന് ഞങ്ങൾക്കും വാദമല്ല. അദ്ദേഹത്തിന്റെ ഖുർആനിൽ പറഞ്ഞു അദ്ദേഹം മാസൂമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അബദ്ധം പിണഞ്ഞതാണെന്ന് സലഫി പറയുമ്പോൾ സലഫി മാസൂമാണോ? അമാനി മൗലവി പറഞ്ഞത് വെറുതെയല്ല.
അമാനി മൗലവി പറയുന്ന ആ തഫ്സീറുൽ ഖുർആന്റെ ആമുഖം എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്നറിയോ? ഈ ഗ്രന്ഥം എഴുതി വന്നത് മേൽപ്പറഞ്ഞ 3 സ്നേഹിതന്മാരാണെങ്കിലും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പല നിലക്കും ഞാനും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതിനാൽ, അതായത് മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന അൽമനാറിന്റെ എഡിറ്ററാണ് ഇതിന്റെ തുടക്കത്തിൽ, ഈ തഫ്സീറുൽ ഖുർആന്റെ തുടക്കത്തിൽ, അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നത്. ബന്ധപ്പെട്ടിരുന്നതിനാൽ ഈ പരിഭാഷയും ഇതിലെ വ്യാഖ്യാനങ്ങളുമെല്ലാം സലഫീങ്ങളുടെ മാതൃകയനുസരിച്ച് കൊണ്ടുള്ളതാണെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയുന്നതാണ്. സലഫി ഒറ്റ വാക്കില് അത് മാസൂമല്ലാത്തത് കൊണ്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. സലഫു സാലിഹീങ്ങളുടെ വ്യാഖ്യാനമാണ് ഇതെന്ന് സലഫികളുടെ ഖുർആന്റെ ആമുഖത്തിൽ പണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ അഹമ്മദ് എഴുതി വെച്ചതാണ്. പൗരാണിക മഹാന്മാരുടെ മാതൃക പിൻപറ്റുന്നതിലാണ് നമ്മുടെ എല്ലാ നന്മയും സ്ഥിതി ചെയ്യുന്നത്. ഇത് സലഫിക്ക് വേണ്ടി പറഞ്ഞ പോലെയാണ്. പൗരാണിക മഹാന്മാരുടെ മാതൃക പിൻപറ്റുന്നതിലാണ് നമ്മുടെ എല്ലാ നന്മയും സ്ഥിതി ചെയ്യുന്നത്. പിൽക്കാലക്കാരുടെ പുത്തൻ നിർമ്മാണങ്ങളിലാണ് എല്ലാ തിന്മയും നിലകൊള്ളുന്നത്. എം മൗലവി അവതാരിക എഴുതുന്നു ഖുർആൻ വിവരണത്തിൽ 6/6/1964. അപ്പൊ ഇത് മുജാഹിദീങ്ങൾക്ക് വേണ്ടി വായിച്ചതാണ്. പുത്തൻ വാദങ്ങൾ എപ്പോഴും തിന്മയാണ് നൽകലെന്നും സലഫികളാണ് ഈ കാര്യം പറയേണ്ടതെന്നും. ഈ 3 മഹാപണ്ഡിതന്മാരിൽ മൂസ മൗലവി, അമാനി മൗലവി, അതേപോലെ തന്നെ ആലിപ്പറ്റ അലവി മുസ്ലിയാർ, 3 പണ്ഡിതന്മാരാണ് ഉണ്ടായിരുന്നത്. ആലിപ്പറ്റ അലവി മുസ്ലിയാരുടെ മകനായ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ നീല പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം തന്റെ പിതാവിനെ കുറിച്ച് ഇങ്ങനെയാണ് അതിൽ പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 3:82 വിശദീകരിച്ച കരാറിനെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നതെന്ന വാദം ചില പണ്ഡിതന്മാർക്ക് സംഭവിച്ച വലിയ വിഡ്ഢിത്തമാണ്. അപ്പാക്ക് സംഭവിച്ച വിഡ്ഢിത്തമാണ്. പിന്നെ ആലിപ്പറ്റ അലവി മൗലവി എന്റെ ഉപ്പാനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിച്ചിട്ടുണ്ട് അഹമ്മദിയാകുന്ന കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുസ്സലാം സുല്ലമി പറയാണ് അത് വാപ്പ എഴുതിയത് വിഡ്ഢിത്തമാണ്. സലഫി ഇവിടെ വന്ന് പറയാണ് അവർ മാസവുമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന എടുത്തോളം. മുഹമ്മദ് ബിൻ അഹമ്മദ് പറയാണ് പൗരാണിക ഉലമാക്കളുടെ മാതൃക പിൻപറ്റുന്നതിലാണ് നന്മ, പുത്തൻവാദികളുടെ പിൻപറ്റൽ തിന്മയാണ്. ഇനി ഏതാണ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. ഇനി വേറൊരു മുജാഹിദ് പണ്ഡിതൻ വളരെ രസകരമായിട്ട് പറയും. അഹമ്മദികളോട് സംവാദം കൂടി നടത്തുകയും 2 ജമാഅത്തെ ഇസ്ലാമി പള്ളികളിൽ ഒരേ സമയം ഖത്തീബായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത മുജാഹിദ് പണ്ഡിതൻ EN ഇബ്രാഹിം മൗലവി പറയുകയാണ്, ഗ്രന്ഥകാരൻ പറഞ്ഞത് അത്രയും, അതായത് ഹദ്രത്ത് മൗലാന ബി അബ്ദുല്ല സാഹിബ് ഈ 2 കരാറും ഒന്നാണെന്ന് എഴുതിയപ്പോൾ അതിനെതിരിൽ അദ്ദേഹം എഴുതുകയാണ്, ഗ്രന്ഥകാരൻ പറഞ്ഞത് അത്രയും സമ്മതിച്ചാൽ പോലും മുഹമ്മദ് നബിക്ക് ശേഷവും പ്രവാചക നിയോഗം ഉണ്ടാവാം എന്നാണ് ഈ ആയത്ത്, ഉണ്ടാവുമെന്ന് ഈ ആയത്ത് തെളിയിക്കുന്നില്ല. കവിഞ്ഞാൽ പറയാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടി ഈ കരാർ ബാധകമാണെന്ന് മാത്രമാണ്. അത്ര മതിയല്ലോ. സലഫി പറയാണ് വെറുതെയാണെന്നാണ്. പക്ഷേ മുജാഹിദ് പണ്ഡിതൻ, ജമാഅത്തെ ഇസ്ലാമിക്കാരനായ മുജാഹിദ് പണ്ഡിതൻ പറയുകയാണ് കവിഞ്ഞാൽ പറയാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടി ഇത് ബാധകമാണ് എന്നാണ്. നബിക്ക് ശേഷവും പ്രവാചക നിയോഗത്തിന് സാധ്യതയുണ്ടെന്നും പറയാം. പ്രവാചകത്വ പരിസമാപ്തി ബൈ EN ഇബ്രാഹിം മൗലവി, പേജ് 118, 119 ആയി പ്രസിദ്ധീകരണം. വളരെ രസകരമായി പണ്ഡിതന്മാർ പറഞ്ഞതിനെ മുഴുവൻ തള്ളാൻ വേണ്ടി പിന്നെ പുതിയൊരടവ്. അങ്ങനെയാണെങ്കിൽ മീർസയ്യായത്തിന് എന്തുകൊണ്ട് ഉദ്ധരിച്ചില്ല? മീർസന്റെ കിതാബ് വായിക്കണം, അപ്പൊ കാണും ആയത്തിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഒന്നുകൂടിയും പറയാം, എടുത്ത് കാണിച്ചുതരാം. മീർദാ സാഹിബ് ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിയോഗത്തെ കുറിച്ച് ഡോക്ടർ അബ്ദുൽ ഹക്കീമിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ മീസാഖൻ നബീൻ എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് സലഫി ഹമദാനി എന്ന് പറയും ഉറുദുവില്, എല്ലാം അറിയും എന്നുള്ള ഭാവം. ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അഞ്ജനമെന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറയുന്നതിന് തുല്യമാണ്. പിന്നെ പറയുന്നത് എന്താണ്? മീർദാ സാഹിബ് എനിക്ക് ശേഷം ഇരുട്ടാണെന്ന് പറയുന്നു. മീർദാ സാഹിബ് എനിക്ക് ശേഷം വെളിച്ചമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ
മീർദാ സാഹിബിന് ശേഷം വന്ന മുജദ്ദിദീങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഈ ആയത്ത് ശരിയാണെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് അവരംഗീകരിക്കുന്നില്ല? അംഗീകരിക്കണമെന്ന് സലഫി ഞങ്ങളോട് എന്തിനു പറയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് വന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ എന്തുകൊണ്ട് താങ്കൾ അംഗീകരിച്ചില്ല? സജ്ജാഉൽ കാഹിനെ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അസ്വദുൽ അൻസിയെ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അതേപോലെ കള്ളനുബുവത്തോ കള്ളവാദമോ ഉന്നയിച്ചാൽ അതിനെ അംഗീകരിക്കണമോ അംഗീകരിക്കേണ്ടയോ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ടുള്ള പാഠങ്ങൾ നൽകുന്നുണ്ട്. ആ പാഠങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാത്തത്. എങ്ങനെ മുസൈലിമത്തുൽ കദ്ദാബിനെ അവർ അംഗീകരിക്കുന്നില്ലയോ, റസൂലുള്ളാഹിക്ക് ശേഷം കാര്യസ്ഥൻ വരുമെന്നും തനിക്ക് ശേഷം ഒരു ഈസാ ഇബ്നു മറിയം വരാനുണ്ടെന്നും അതേപോലെ തന്നെ തനിക്ക് ശേഷം തന്റെ കാലത്ത് പ്രവാചകൻ വരാനുണ്ടെന്ന് ബൈബിളുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇറങ്ങിയ ഖുർആനിൽ അവർ യജിദൂന മക്തൂബൻ ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും എഴുതപ്പെട്ട പ്രവാചകൻ എന്നവിടെയൊക്കെ വചനങ്ങൾ ഉണ്ടായിട്ടും മുസൈലിമത്തുൽ കദ്ദാബിനെ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? ഇനി വേറൊന്ന്, തലതിരിഞ്ഞ വേറൊരു വാദം. ഇവിടെ മീർദാ സാഹിബ് വരികയില്ല, ഒരിക്കലും പ്രവാചകനില്ല എന്നാണ് സലഫിയുടെ വാദം. വിഷയദാരിദ്ര്യം മൂർച്ഛിച്ചു വരുമ്പോൾ പറയുകയാണ്, മീർദാ സാഹിബിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഇനിയൊരു നബിയോട് വന്നിട്ടുണ്ട്, അതിനെയും കൂടി അംഗീകരിച്ചൂടെ? ഇവിടെ ഒരു സത്യവാനായ പ്രവാചകനെ എതിർക്കുന്നതും സലഫിയാണ്, സത്യവാനല്ലാത്തൊരു പ്രവാചകൻ അനുകൂലമായി പ്രചാരം നടത്തുന്നതും സലഫിയാണ്. അതുകൊണ്ട് തന്നെ സലഫിയുടെ തനിനിറം വെളിച്ചത്ത് വരുന്നു. കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി ബാഗ്. ഇപ്പോഴാണ് പൂച്ച വെളിയിൽ ചാടിയത് ബാഗിൽ നിന്ന്. സലഫിക്ക് എതിർക്കുക എന്നതാണ് ലക്ഷ്യം, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. പിന്നെ ഖിലാഫത്തിനെ കുറിച്ച് പറയാം, അത് ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഞാൻ ഖുർആന്റെ ആയത്തുകളെ ഞങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സൽവ്യാഖ്യാനങ്ങളിൽ പറഞ്ഞെങ്കിൽ ആ സൽവ്യാഖ്യാനങ്ങളിലേക്ക് ഒന്ന് കടന്നിട്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ ഒരായത്ത്, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും യാ ബനി ആദമ ഇമ്മാ യഅതിയന്നകും റുസുലും മിൻകും യഖ്സൂന അലൈക്കും ആയാതി ഫമനിത്തഖാ വസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് ആറാഫിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഓ ആദമിന്റെ മക്കളെ, ആ ആയത്തിന്റെ നേരെ മേലെ ഖുൽ, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പറയുക, ഖുൽ നീ പറയുക എന്ന് അതിന്റെ നേരെ മേലെയുള്ള രണ്ടായത്തുകൾ പറഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ സംബോധന ചെയ്തുകൊണ്ടാണ് അതിന് ശേഷമുള്ള ആയത്തിൽ പറയുന്നത്, ആദമിന്റെ മക്കളെ, നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ എന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് വരുന്നതായാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, നിങ്ങൾ അദ്ദേഹത്തിന് തഖ്വ കൈക്കൊള്ളുകയും തങ്ങൾ ഇസ്ലാഹ് കൈവരിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും അവർക്ക് വരുംകാലത്തെ കുറിച്ച് ഭയപ്പെടുകയോ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടാവുകയില്ല. ഈ ആയത്തിൽ ഓതിയിട്ട് അത് ആദമിന്റെ മക്കളാണ് എന്നതിന് അതിന്റെ മേലെയും താഴെയുമുള്ള ആയത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും, ഓ ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ നഗ്നത മറക്കുന്നതിന് വേണ്ടി. യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, ഓ ആദമിന്റെ മക്കളെ, നിങ്ങളെ ശൈത്താൻ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, നിങ്ങളുടെ പിതാമഹന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ആവാതിരിക്കട്ടെ. യാ ബനി ആദമ ഖുസൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, ഓ ആദമിന്റെ മക്കളെ, നിങ്ങൾ എല്ലാ പള്ളികളുടെ അടുത്തും അലങ്കാരങ്ങൾ സ്വീകരിക്കുക. ഈ ആയത്തുകൾ 28, 27, 32 ആയത്തുകളിൽ ഇതാണുള്ളത്. യാ ബനി ആദമ 36-ാമത്തെ ആയത്തിലാണ് നിങ്ങൾക്ക് പ്രവാചകൻ വരുന്നതായാൽ
അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും തങ്ങളുടെ അവസ്ഥയെ നന്നാക്കി തീർക്കുകയും തങ്ങൾ പിന്നെ ഇസ്ലാഹ് ചെയ്യുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. അതിന് സലഫി എന്താ പറയുന്നത് അറിയോ? ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഒറ്റ ഇരട്ട എന്ന് വെച്ചാൽ ഒരട്ട എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒന്നുകിൽ ഒറ്റ എന്ന് പറയാം, അല്ലെ ഇരട്ട എന്ന് പറയാം. ഈ ആയത്തിൽ ഒരിക്കലും നബി വരുമെന്നില്ല എന്ന് തീർത്ത് പറയണം. അത് പറയാതെ ഈ ആയത്തിൽ നബി വരുന്നില്ല എന്നല്ല, അതിന് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കണം. എന്തൊക്കെയാ ചോദ്യം എന്നറിയോ? യഖ്സൂന അലൈക്കും ആയാത്തി, എന്റെ ആയത്തുകൾ വിശദീകരിക്കുമെന്നാണ് പറഞ്ഞത്. പുതിയ ശരീഅത്തിലുള്ള നബി വരില്ലെന്ന് ഖുർആൻ പറയുന്നു. പുതിയ ശരീഅത്തുള്ള നബി വരില്ല എന്ന് പറയുന്നു. എന്നാൽ പുതിയ ശരീഅത്തുള്ള നബി വരുമെന്നാണ് ഇതിലുള്ളത്. ശരീഅത്തുള്ള പ്രവാചകൻ വരുമെന്ന് പറയുന്നതിന് വരികയില്ല എന്ന് പറയുന്നതിന് കാരണം നാസർ മൗലവി ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിച്ചു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയം നാം തന്നെയാണ് ഈ ചൊൽത്തിനെ, ഈ ദിക്റിനെ ഇവിടെ ഇറക്കിയിട്ടുള്ളത്. നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹു സംരക്ഷണ ബാധ്യത ഏറ്റെടുത്ത ഒരു ഖുർആൻ. അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്നേ ദിനം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ദീനിനെ പൂർത്തീകരിച്ചു തന്ന ദീൻ, ഇസ്ലാം ദീനിനെ തൃപ്തിപ്പെട്ടു തന്ന ദീൻ, ആ തൃപ്തിപ്പെട്ടു തന്ന ദീനിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദീൻ സമ്പൂർണമാണ്, അതിന്റെ സംരക്ഷണ ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ശരീഅത്തിന്റെ ആവശ്യമില്ല എന്ന് നാസർ മൗലവി ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. പുതിയ ശരീഅത്തോടുകൂടി പ്രവാചകൻ വരികയില്ല എന്ന് പറയാനുള്ള ന്യായം അതാണ്. ഇവിടെ യഖ്സൂന അലൈക്കും ആയാത്തി, എന്റെ ആയത്തുകൾ വിവരിക്കുന്ന ഓതിക്കൊടുക്കുന്നതല്ല. നഹ്നു നഖ്സു അലൈക അഹ്സനൽ ഖസസ്, സൂറ യൂസുഫ്. നാമാണ് താങ്കൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഖസസുകൾ വിവരിക്കുന്നവൻ എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവാണ് വിവരിക്കേണ്ടത്. അങ്ങനെ വിവരിക്കുന്ന ദൂതൻ വരുന്നതായാൽ ഇവിടെ ശരീഅത്തുള്ള പ്രവാചകൻ വരികയില്ലെന്ന് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശരീഅത്തില്ലാത്ത പ്രവാചകൻ വരുമെന്ന്, ആ ശരീഅത്തിനെ പിന്തുടർന്ന് വരുന്ന പ്രവാചകൻ വരുമെന്ന് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇവിടെ പ്രവാചകൻ വരുമെങ്കിൽ ശരീഅത്തുള്ള പ്രവാചകൻ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ച് അതൊന്ന് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. വരാതിരിക്കാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. ആ കാരണത്തിന്റെ ക്ലിപ്പ് കൂടിയിട്ട് രണ്ടും കൂടി വെച്ച് കാണിക്കുവാൻ ധൈര്യമുണ്ടോ എന്ന് സലഫിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ആയത്ത് ഉണ്ടായിട്ട് മീർസാക്ക് ശേഷം നബിയില്ലെന്ന് നിങ്ങൾ വാദിക്കുന്നു. മീർസാക്ക് ശേഷം നബിയില്ലെന്ന് ഞങ്ങൾ ആരോടാ വാദിച്ചത്? ഇയാൾ സ്വന്തം പറയല. മീർസാക്ക് ശേഷമുള്ള നബി ഞങ്ങൾക്കറിയുകയില്ല. അള്ളാഹു പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, അള്ളാഹുവിനാണ് തന്റെ റിസാലത്ത് എവിടെയാണ് വെക്കേണ്ടത് എന്ന് നന്നായിട്ടറിയാൻ. സലഫി പറയണ എനിക്കും അറിയുന്നു. സലഫി പറയണെന്താ ചില സമയത്തൊക്കെ വരണ്ടായിരുന്നു. അള്ളാഹു പറയാണ് തനിക്കാണ് അറിയാം. അത് ഇനി മീർസാ സാഹിബിന് ശേഷം പ്രവാചകൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ ആയത്തിന് യാതൊരു അർത്ഥത്തിലും വ്യത്യാസം വരികയില്ല. ഒരാൾക്ക് കയറി വരാനും ഒരു കവാടം തുറന്നു വെക്കണം. 1000 ആൾക്ക് കയറി വരാനും ആ കവാടം തന്നെയാണ് തുറന്നു വെക്കേണ്ടത്. ഒരു പ്രവാചകൻ വരുന്നതിന് വേണ്ടിയും ഈ ആയത്ത് ഉപയോഗിക്കാം, 1000 പ്രവാചകൻ വരുന്നതിന് വേണ്ടിയും ഈ ആയത്ത് ഉപയോഗിക്കാം. അതുകൊണ്ട് വരുന്ന പ്രവാചകൻ പ്രവാചകനല്ലാതാവുകയില്ല. മുഹമ്മദ് നബിയാണ് അദ്ദേഹം പ്രവാചകനാണെന്ന് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് അന്ത്യപ്രവാചകൻ ഉണ്ടാകുമോ? അന്ത്യപ്രവാചകൻ ഉണ്ടാകുമോ എന്ന ചോദ്യം ആദം നബി മുതൽ ഇങ്ങോട്ട് ചോദിക്കുക. എന്നിട്ട് അതിന് ഉത്തരം എന്താണുള്ളത് അതിന് പറയാം. അതായത് അന്ത്യപ്രവാചകൻ ഉണ്ടാകേണ്ടത് നിർബന്ധമാണെന്ന് സലഫി ഏത് കണ്ടുപിടുത്തമാണിത്? അന്ത്യപ്രവാചകൻ ഉണ്ടാകുമെന്ന് ഖാത്തമുൻ നബിയിനാണ് അർത്ഥം കൊടുത്തതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
കുൻതു മക്തൂബൻ ഇൻദല്ലാഹി ഖാത്തമൻ നബിയീൻ, നിശ്ചയം നാം അള്ളാഹുവിന്റെ സന്നിധിയിൽ ഖാത്തമുൻ നബിയീനായി എഴുതപ്പെട്ടിരിക്കുന്നു. വഅന്ന ആദമുൻ മുൻജദിലുൻ ബൈനൽ മായി വത്തീൻ, ആദം മണ്ണിലും വെള്ളത്തിലുമാണ്, സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ താൻ ഖാത്തമുൻ നബിയീനാണ്. അപ്പൊ ഖാത്തമുൻ നബിയീൻ വന്നതിന് ശേഷവും 1,24,000 അമ്പിയാക്കൾ ഇവിടെ വന്നു. അന്ത്യപ്രവാചകൻ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞിട്ടേ യഖുസ്സൂന അലൈക്കും ആയാത്തി എന്ന ആയത്തിൽ പ്രവാചകൻ വരുമെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സലഫി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഈ അന്ത്യപ്രവാചകൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂന്നോ? അത് വരുമ്പോ വരട്ടെ, ഈ ആയത്തിന് അർത്ഥമല്ല എന്ന് പറയണം, അതിന് ശേഷമാണ് പറയേണ്ടത്. ഇനി പറയാണ്, അതിനുശേഷം ഒരു പ്രവാചകൻ വന്നാൽ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ജമാഅത്ത് പിരിച്ചുവിടുമോ? എന്താ മുജാഹിദ് പ്രസ്ഥാനല്ലേ? ഔദ്യോഗികവും അനൌദ്യോഗികമായിട്ട് പിരിച്ചുവിടാനും വിളിച്ചു കൂട്ടാനും കേസ് കൂടാനും ജിന്നുണ്ടോന്ന് പള്ളിക്കാട്ടിൽ ടോർച്ചെടുത്ത് തിരയാനും എന്താ മുജാഹിദ് പ്രസ്ഥാന? ഇവിടെ പ്രവാചകൻ വന്നാൽ വിശ്വസിക്കലാണ്. ഞങ്ങൾ ഒരാളെ വിശ്വസിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണെന്നറിയോ, വേറൊരു പ്രവാചകൻ വരുമോ ഇല്ലേ എന്ന് അറിഞ്ഞിട്ടുള്ളൂ വിശ്വസിക്കാൻ പറ്റാം. ഉച്ചക്കുള്ള ചോറ് കൊടുത്ത് ഉച്ചയായിട്ടുണ്ട്, അവ പറയണ വൈകുന്നേരം ചോറുണ്ടാവോ എന്നെങ്കിലുള്ളൂ പറ്റാം. ആദ്യം ഇത് ദഹിക്കട്ടെ, എന്നിട്ടല്ലേ അടുത്തത്. ഇനി അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത് ലലാലത്തിന്റെ അഖീദയാണെന്ന് ഖുർആൻ പറഞ്ഞു, അതുകൊണ്ട് പറയാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അതല്ലാതെ അന്ത്യപ്രവാചകനെ കണ്ടുപിടിച്ച് ഒരു പ്രവാചകനിൽ വിശ്വസിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് പറയട്ടെ, അപ്പോൾ സലഫിക്ക് അതിനായത്തോടുകൂടി അതിന് മറുപടി പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇവിടെ എടുത്തു വെച്ച എല്ലാ ആയത്തുകളും, ഖുർആന്റെ ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചത്, എല്ലാ ആയത്തുകളും ഉദ്ധരിച്ചു. നാസർ മൗലവി സാഹിബിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് ഒരു ഭാഗം എടുത്തു കാണിച്ച് അതിൽ അദ്ദേഹം പറയുന്നതിന് അന്യഥാ വ്യാഖ്യാനിച്ച് ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ആ വാദം സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്ന ആയത്തിന് വാദം നാസിർ മൗലവിക്ക് സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കാസറ്റ് കേൾക്കാം. എന്നിട്ട് സമർത്ഥിക്കുന്നത് സലഫി, എന്നിട്ട് സലഫി അതിന് മറുപടി പറയാം. അല്ല ഇഷ്ട സമർത്ഥിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോരെ? അത് ഞങ്ങളുടെ വാദം ഞങ്ങൾ സമർത്ഥിച്ചതിന് മറുപടി പറഞ്ഞാൽ പോരെ? സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ട് സലഫി അക്കാര്യം കൂടി ഏറ്റെടുത്ത് അതിന് ശേഷം അതിന് മറുപടി പറയാം. അതിന്റെ ആവശ്യം എന്താണ്? എന്നാൽ അത് സമർത്ഥിച്ചു, അതിന്റെ മറുപടിയും പറഞ്ഞു. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വ്യാഖ്യാനമാണ് പറഞ്ഞത്. ഇനി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഹദീസ് ലഈഫാക്കുന്ന ഒരു പ്രശ്നം പറയുകയുണ്ടായി. ഹദീസ് അത് വളരെ വിശദീകരിക്കേണ്ടതാണ്. ഇപ്പൊ വൈകിയ നേരത്തെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് നാളെ അത് സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. ഹദീസ് ലഈഫ് എന്ന് പറയണമെങ്കിൽ ഒരാൾ വെറുതെ ലഈഫ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള കാരണം പറയണം. എന്താണ് കാരണം എന്ന് പറയാം. മറ്റൊരു സംഗതി, ഒരാൾ ലഈഫാണെന്നൊരു സഹാബിയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെ ഒരു താബിയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെ ഒരു റാവിയെ കുറിച്ച് പറയുമ്പോൾ വേറൊരാള് അത് സഹീഹാണ് എന്നും പറയുന്നു. അവിടെ നിങ്ങൾ എന്താ ചെയ്യാ? ഇനി ഈ സഹീഹായ ഹദീസുകൾ തന്നെ റാവികളെല്ലാം കണിശമായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, പക്ഷേ ആ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് സഹീഹാണെങ്കിലും ഖുർആൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ തള്ളേണ്ടി വരും. ഖുർആൻ അനുസരിച്ച് നോക്കുമ്പോൾ ആ ഹദീസ് നിങ്ങൾക്ക് നിദാന നിരൂപണ ശാസ്ത്രപ്രകാരം സഹീഹാണെങ്കിലും ഖുർആൻ അനുസരിച്ച് നോക്കിയാൽ അതിനെ തള്ളുക തന്നെ ചെയ്യേണ്ടി വരും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നാളെ കടക്കാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലവി